إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, നാം നിലകൊള്ളുന്ന മാസം റബീഉൽ അവ്വലാണ്. റബീഉൽ അവ്വലിൽ സംഭവിച്ച ഇസ്ലാമിക ചരിത്രത്തിലുള്ള 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം. കൃത്യമായി അത് പ്രമാണങ്ങൾ റബീഉൽ അവ്വലിലാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന യാതൊരു രേഖയും തെളിവുമില്ല. രണ്ടാമത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയത് അത് റബീഉൽ അവ്വലിലായിരുന്നു. അതിന് പ്രമാണമുണ്ട്. മൂന്നാമത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞത്, വഫാത്തായത് അത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയായിരുന്നു എന്നും ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങളെ സംബന്ധിച്ചും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ പ്രത്യേകതയുള്ളത് തന്നെയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ മുസ്ലിം നാമധാരികളായ ആളുകൾ ഈ 3 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട 2 കാര്യങ്ങളെയും ഒഴിച്ചു നിർത്തി പ്രമാണത്തിന്റെ പിൻബലമില്ലാത്ത ഒന്നാമത്തെ കാര്യം മാത്രം വലിയൊരു ആഘോഷമായി കൊണ്ടാടിയത് നേരം പുലർന്നപ്പോൾ നമ്മളെല്ലാവരും കണ്ടതാണ്, കേട്ടതാണ്. ഇത് യഹൂദികളുടെയും ക്രിസ്ത്യാനികളുടെയും സമ്പ്രദായമാണ്. അവരാണ് ഈ ജന്മദിനാഘോഷം എന്നുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനെയുള്ള ഒരു ആഘോഷത്തെ പറ്റി പ്രമാണങ്ങളിൽ യാതൊന്നും തന്നെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ അത് റബീഉൽ അവ്വലിലാണ്. അതിൽ വിശ്വാസികളായ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങളും സന്ദേശങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്, പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞത് അത് റബീഉൽ അവ്വലിലാണ്. ആ റസൂലുള്ളാഹിന്റെ വഫാത്തിനും ഈ ഉമ്മത്തിന് ചില ഗുണപാഠങ്ങളുണ്ട്. ഈ ഉമ്മത്തിന് ചില സന്ദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പ്രവാചകന്റെ വഫാത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞത് മുതൽ ഈ ലോകത്ത് സംഭവിച്ചത് എന്തൊക്കെയാണ്? ഒന്നാമതായി കൊണ്ട് പ്രവാചകന്മാരുടെ വരവ് അവസാനിച്ചു എന്നുള്ളത്. കാരണം അന്തിമ പ്രവാചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാതമുൻ നബിയ്യീൻ, പ്രവാചകന്മാരിലെ അന്തിമനാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടുകൂടി ഇനിയൊരു പ്രവാചകൻ ഈ ലോകത്തേക്ക് അല്ലെങ്കിൽ ഈ സമുദായത്തിലേക്ക് വരാനില്ല എന്നുള്ളത്. രണ്ടാമത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാനലോകത്ത് നിന്ന് അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹ്യ് അത് നിലച്ചുപോയി എന്നുള്ളതാണ്.
ആ വഹി പ്രവാചകന്റെ വഫാത്തോടുകൂടി, പ്രവാചകന്റെ മരണത്തോടുകൂടി അത് അവസാനിച്ചു എന്നാണ്. നോക്കൂ നിങ്ങൾ, ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ, അവരെ കുറിച്ച് ഹദീസുകളിൽ കാണാം, അവർ കരയുകയാണ്. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ, അവർക്ക് ചോദിക്കപ്പെട്ടു, ഫഖീല ലഹാ തബ്കീൻ, താങ്കൾ എന്തിനാണ്, നിങ്ങൾ എന്തിനാണ് കരയുന്നത്, നിങ്ങൾ കരയുന്നതിന്റെ കാര്യം എന്താണ്? ഫഖാലത്, അവർ പറഞ്ഞ മറുപടി, ഇന്നി വല്ലാഹി ഖദ് അലിംതു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സയമൂത്, തീർച്ചയായും അല്ലാഹു തന്നെയാണ് സത്യം, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുക തന്നെ ചെയ്യും, പ്രവാചകൻ വഫാത്താകുക തന്നെ ചെയ്യും. പക്ഷേ വലാകിൻ ഇന്നമാ അബ്കി അലൽ വഹി അല്ലദീ ഇൻഖതഅ അന്നാ മിനസ് സമാ, ഞാൻ കരഞ്ഞത് വാനലോകത്തു നിന്നുള്ള, ഉപരിലോകത്തു നിന്നുള്ള അല്ലാഹുവിന്റെ വഹി, അല്ലാഹുവിന്റെ ദിവ്യ സന്ദേശം, ആ ദിവ്യ സന്ദേശം നിലച്ചു പോയല്ലോ, അത് അവസാനിച്ചല്ലോ എന്നാലോചിച്ചുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറഞ്ഞത് ഹദീസിൽ കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് നിന്ന് വട പറയുന്നതിന് മുമ്പ്, വഫാത്താകുന്നതിന് മുമ്പ് തന്നെ പ്രവാചകന്റെ മരണത്തെ കുറിച്ചുള്ള സൂചനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് നൽകിയിട്ടുണ്ട്. പ്രവാചകൻ അത് അറിയിച്ചു തന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, വിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ ثم إنكم يوم القيامة عند ربكم تختصمون. إنك ميت, പ്രവാചകരെ താങ്കൾ മരിക്കും, താങ്കൾ വഫാത്താകും, വ ഇന്നഹും മയ്യിതൂൻ, അവരും മരിക്കുന്നവരാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശാശ്വതമായി ഈ ലോകത്ത് ജീവിച്ചിരിക്കുകയില്ല, മരിച്ച പ്രവാചകൻ മരിക്കുമെന്ന് അല്ലാഹു പ്രവാചകനോട് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, വിശുദ്ധ ഖുർആനിലെ ചെറിയ അധ്യായമായ സൂറത്തുൻ നസ്ർ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് തുടങ്ങുന്ന ആ സൂറത്തിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട് മുഫസ്സിറുകളായ മുഴുവൻ മുഫസ്സിറുകളും വിശദീകരിച്ചത് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യത്തെക്കുറിച്ചുള്ള ഒരു വൃത്താന്തമായിരുന്നു എന്നാണ്. പ്രവാചകന്റെ വഫാത്തിനെ സംബന്ധിച്ചുള്ള സൂചനയായിരുന്നു അത് എന്നാണ്. നോക്കൂ നിങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ അനുചരന്മാരായ സ്വഹാബികളോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? സഅലഹു അൻ ഖൗലിഹി തആല ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവതരിപ്പിക്കപ്പെട്ട ഈ സൂറത്തുൻ നസ്റുമായി ബന്ധപ്പെട്ട് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ അനുചരന്മാരോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ആ സൂറത്തിൽ നിന്ന് മനസ്സിലാക്കിയത്, എന്താണ് നിങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊണ്ടത്? അവർ പറഞ്ഞു, ഫത്ഹുൽ മദാഇനി വൽ ഖുസൂർ, കൊട്ടാരങ്ങളും അതുപോലെ തന്നെ രാജ്യങ്ങളും ഒക്കെ വിജയിച്ചടക്കുന്നതിന്റെ സൂചനയാണ് ആ ആയത്തുകളിൽ ഉള്ളത് എന്ന് സ്വഹാബത്ത് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ആ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പണ്ഡിതനാണെന്നറിയപ്പെടുന്ന, അതുപോലെ തന്നെ മുഫസ്സിറുകളുടെ നേതാവ് എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ചോദിച്ചു, എന്താണ് താങ്കൾ മാ തഖൂലു യാ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസേ താങ്കൾ എന്താണ് ഈ സൂറത്തിനെ കുറിച്ച് മനസ്സിലാക്കിയത്, അറിഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, അജലുൻ ഔ മസലുൻ ഉലിബ ലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നുഅയത് ലഹു നഫ്സുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം മരണത്തെക്കുറിച്ചുള്ള ഒരു അവധിയെ കുറിച്ചുമുള്ള ഒരു ഉദാഹരണത്തിലൂടെ അല്ലാഹു അറിയിച്ചു കൊടുത്തതാണ് സൂറത്തുൻ നസ്ർ എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അത് അവസാനിച്ചില്ല. പ്രവാചകന്റെ വഫാത്തിന് തൊട്ട് മുമ്പ് റസൂലുള്ളാഹിക്ക് വരുന്ന വഹയികൾ അത് തുടരെ വരാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ സൂചിപ്പിക്കുന്ന, പ്രവാചകന്റെ അന്ത്യത്തെ സൂചിപ്പിക്കുന്ന, പ്രവാചകന്റെ മരണത്തെ സൂചിപ്പിക്കുന്ന അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമായിരുന്നു വഹയികളുടെ തുടരെ വരെയുള്ള വഹയിന്റെ ആ വരവ് എന്നാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയി വരുന്നതിനെ കുറിച്ച് അവിടുന്ന് പറയാണ്, അന്നല്ലാഹ തആല താബഅ അലാ റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബ്ല വഫാതിഹി ഹത്താ തവഫാഹു അക്സറ മാ കാന അൽവഹയു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റുള്ള ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വഹയികൾ, ഇങ്ങനെ കൂടുതൽ വഹയികൾ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ദിവ്യ സന്ദേശങ്ങൾ അവിടത്തേക്ക് വരുന്നത് പ്രവാചകന്റെ മരണത്തിനുള്ള
വരുന്ന വഹ്യ് അത് പ്രവാചകന്റെ വഫാത്തിനെ കുറിച്ച് അറിയിക്കുന്ന കാര്യമായിരുന്നു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അവസാനിച്ചില്ല. റസൂലുള്ളാഹി വഫാത്താകുന്നതിന് തൊട്ടുമുമ്പത്തെ റമദാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ വർഷവും പള്ളിയിൽ 10 ദിവസമാണ് ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നത് എങ്കിൽ പ്രവാചകന്റെ വഫാത്തിന് തൊട്ട് മുമ്പുള്ള റമദാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 20 ദിവസമാണ് ഇഅ്തികാഫിരുന്നത്. അത് പ്രവാചകന്റെ വഫാത്തിലേക്കുള്ള സൂചനയായിരുന്നു എന്ന് സ്വഹാബത്ത് അവിടുന്ന് മനസ്സിലാക്കി. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ റമദാനിൽ ഇന്ന ജിബ്രീല കാന യുആരിദുനി അൽ ഖുർആന കുല്ല സനത്തിൻ മറ, എല്ലാ വർഷവും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ അടുക്കൽ ഒരു പ്രാവശ്യമാണ് വരാറുണ്ടായിരുന്നത്. എന്നാൽ വഇന്നഹു ആറദനി അൽആമ മറതൈനി, ഈ റമദാനിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ അടുക്കൽ 2 പ്രാവശ്യം വന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വലാ ഉറാദു ഇല്ലാ ഹളറ അജലി, ഞാൻ അത് മനസ്സിലാക്കുന്നത് എന്റെ അവധി ഇതാ അടുത്തിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അവസാനിച്ചില്ല. പ്രവാചകന്റെ അവസാനത്തെ ഹജ്ജത്തുൽ വദാ, വിടവാങ്ങൽ ഹജ്ജ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹജ്ജിന്റെ വിവിധ സന്ദർഭങ്ങളിൽ തന്റെ സ്വഹാബത്തിന് അവിടുന്ന് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ജബലുർ റഹ്മയിൽ അറഫയിലുള്ള പർവ്വതത്തിന്റെ താഴെയുള്ള ജബലുൽ സസ്റ എന്ന് പറയുന്ന ആ പള്ളി, ആ പാറയ്ക്ക് വെച്ച് അടുത്ത് വെച്ച് റസൂലുള്ളാഹി ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നമിറ പള്ളി സ്ഥിതി ചെയ്യുന്ന താഴ്വരയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജബലത്ത് ആ അഖബ ജബൽ ജംറത്തുൽ അഖബയുടെ അടുത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖുദൂ അന്നി മനാസികകും, അല്ലയോ ജനങ്ങളെ, നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ വാചകം അതാണ്, ഫഇന്നീ ലാ അദ്രി ലഅല്ലി ലാ അഹജ്ജ ബഅദ ആമി ഹാദാ, ഈ വർഷത്തിന് ശേഷം അടുത്ത വർഷം കൂടി വന്ന് പിന്നെ ഒരിക്കൽ കൂടി വന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ, ഹജ്ജ് ചെയ്യാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജംറത്തുൽ അഖബയുടെ അടുക്കൽ വെച്ച് തന്റെ സ്വഹാബത്തിന് അവിടുന്ന് ഉപദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ പ്രവാചകന്റെ വഫാത്തിനെ കുറിച്ചുള്ള സൂചനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന് മുമ്പ് തന്നെ തന്റെ അനുചരന്മാർക്ക് നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫർ മാസത്തിന്റെ അവസാനം, സഫർ മാസത്തിന്റെ 29-ാം തീയതി പ്രവാചകൻ ഒരു ജനാസയിൽ പങ്കെടുക്കുന്നു. ആ ജനാസയിൽ പങ്കെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പോരുമ്പോ പ്രവാചകന് രോഗം ബാധിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിപാലിക്കുകയാണ്. പ്രവാചകൻ രോഗം ബാധിച്ച് 11 ദിവസം തന്റെ അനുചരന്മാർക്ക് ഇമാമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമസ്കരിച്ചിട്ടുണ്ട്. 13 ദിവസമാണ് റസൂലുള്ളാഹിക്ക് രോഗം ബാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 11 ദിവസവും തന്റെ അനുചരന്മാർക്ക് മദീനത്തെ മസ്ജിദുൻ നബവിയിൽ ഇമാമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമസ്കരിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ രോഗത്തിന്റെ കാരണം എന്താണ്? അതാ ഖൈബറിൽ വെച്ചുകൊണ്ട് ഒരു യഹൂദൻ കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി മാംസത്തിൽ വിഷം കലർത്തി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയുണ്ടായി. അതാണ് എന്റെ മരണത്തിന്റെ രോഗത്തിന്റെ കാരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണാസന്നനായി കിടക്കുന്ന സമയത്തും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അവസാന ദിവസങ്ങളിൽ സഫറിന്റെ അവസാനത്തിൽ, സഫർ മാസം 29-ന്, ആ മാസം 29-ഓടുകൂടി അവസാനിക്കുമ്പോ പ്രവാചകന് രോഗം ബാധിക്കുന്നു. പ്രവാചകൻ അന്വേഷിക്കുകയാണ്, ഞാൻ നാളെ എവിടെയാണ്, നാളെ എനിക്ക് എവിടെയാണ്. കാര്യം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭാര്യമാരുണ്ട്. ആ ഭാര്യമാരിൽ മാറിയിട്ട് ഇടവിട്ട് ഓരോ ഭാര്യയുടെ അടുത്തും ഓരോ ദിവസം തങ്ങുന്ന സമ്പ്രദായമാണ്. കാരണം ഭാര്യമാരോട് നീതി പുലർത്തുക എന്നുള്ളത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനൊരു ഉത്തമ ഉദാഹരണം കൂടിയാണ്. പ്രവാചകൻ ചോദിക്കുന്നു, ഐന അനോദൻ, ഞാൻ നാളെ എവിടെയാണ്, നാളെ ഞാൻ എവിടെയാണ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിക്കുന്നത് യുരീദു യൗമ ആയിഷ,
ഐഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലുള്ള ആ ദിവസത്തെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഫഅദിന ലഹു അസ്വാജുഹു യകൂനു ഹൈതു ശാഅ, റസൂലുള്ളാഹി ഉദ്ദേശിച്ചതുപോലെ മറ്റുള്ള ഭാര്യമാരെല്ലാവരും ഐഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താമസിക്കാനുള്ള അനുവാദം അവിടുന്ന് നൽകുകയാണ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗത്തിലാണ്, രോഗശയ്യയായി കിടക്കുകയാണ്. പ്രവാചകൻ അവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ശപിക്കുന്നുണ്ട്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂത ക്രൈസ്തവരെ അല്ലാഹു ശപിക്കട്ടെ. കാരണം ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ പ്രവാചകന്മാരുടെ ഖബറിടങ്ങളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി, മസ്ജിദുകളാക്കി. അതുകൊണ്ട് അവരെ ശപിക്കട്ടെ എന്ന് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന റസൂലുള്ളാഹി നടത്തിയത് പ്രവാചകന്റെ അന്ത്യസമയങ്ങളിലാണ്. സഹോദരങ്ങളെ, ഇന്ന് സമൂഹം എവിടെ എത്തി നിൽക്കുന്നു? മുസ്ലിം സമൂഹം പോലും ഖബറുകൾ കെട്ടിയുയർത്തുന്ന, കെട്ടിപ്പടുക്കുന്ന ജൂത ക്രിസ്ത്യാനികളുടെ സമ്പ്രദായത്തെ ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി പിൻപറ്റുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണുന്നത് എന്നുള്ള. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രോഗശയ്യയിൽ കടക്കുമ്പോൾ തന്നെ അവിടുന്ന് ശാപപ്രാർത്ഥന നടത്തുകയാണ്. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് തന്റെ അനുചരന്മാരോട് ചോദിക്കുന്ന 3 ചോദ്യങ്ങളുണ്ട്. പ്രവാചകൻ രോഗശയ്യയിലാണ്. എന്നിട്ട് റസൂലുള്ളാഹി ചോദിക്കുന്നു. എന്താണ് ചോദിക്കുന്നത്? അയ്യുഹന്നാസ് ഫഇന്നഹു ഖദന മിന്നി ഖുഫൂഫുൻ മിൻ ബൈനി അദ്ഹുരികും ഫമൻ കുൻതു ജലൽതു ലഹു വഹ്റ ഫഹാദാ വഹ്രി ഫൽയസ്തഖിദ് മിൻഹു. റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ജനങ്ങളെ വിളിച്ചുകൊണ്ടല്ലയോ സ്വഹാബത്തെ, അല്ലയോ ജനങ്ങളെ, ഞാൻ നിങ്ങളെ ആരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മുതുകിത നിങ്ങൾക്ക് പ്രതികൃത ചെയ്തു കൊള്ളാം. വമൻ കുൻതു അഖദതു ലഹു മാല ഫഹാദാ മാലി ഫൽയഖുദ്. അല്ലയോ എന്റെ ജനങ്ങളെ, ആരുടെയെങ്കിലും സമ്പത്ത് ഞാൻ അന്യായമായി അപഹരിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ എന്റെ സമ്പത്ത് നിങ്ങൾ എടുത്തുകൊള്ളുക, നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. വീണ്ടും റസൂലുള്ളാഹി പറഞ്ഞു, വമൻ കുൻതു ശതംതു ലഹു അർള ഫൽയസ്തഖിദ് മിൻഹു. ഞാൻ ആരുടെയെങ്കിലും അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ നിങ്ങൾ പ്രതിക്രിയ ചെയ്തു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരോട് പറയുകയാണ്. സഹോദരങ്ങളെ, ലോകത്ത് ഇന്നുവരെ ഒരു ഭരണാധികാരിക്കും പറയാൻ കഴിയാത്ത വാക്കുകൾ തന്റെ അനുചരന്മാരോട്, നിങ്ങളോട് ഞാൻ അനീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ അനീതിക്ക് പ്രതികാരം ചെയ്യാൻ നിങ്ങൾക്ക് ഇതാ അവസരം എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹർ നമസ്കരിക്കുന്നു. പ്രവാചകന്റെ ളുഹർ നമസ്കാരത്തിന് ശേഷം പ്രവാചകന്റെ അനുചരന്മാരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് 3 ദിർഹം തരാനുണ്ട് താങ്കൾ, എനിക്ക് 3 ദിർഹം തരാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹോദരന്, ആ സ്വഹാബിക്ക് തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൊടുക്കുകയാണ്. മറ്റൊരു സ്വഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് അങ്ങയോട് പ്രതികാരം തീർക്കാറുണ്ട്. യുദ്ധത്തിന്റെ സമയത്ത് അണികൾ സ്വഫ് ശരിയാക്കുന്ന സമയത്ത് അങ്ങയുടെ കയ്യിലുള്ള വടി കൊണ്ട് എന്റെ വയറ്റത്തേക്ക് കുത്തിയതിന് പ്രതികാരം എനിക്ക് ചെയ്യാനുണ്ട് എന്ന് ആ സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. സ്വഹാബത്ത് അന്താളിക്കുകയാണ്. പ്രവാചകനോട് പ്രതികാരം ചെയ്യുകയോ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതികാര നടപടി സ്വീകരിക്കുകയോ? ആ സ്വഹാബി അവിടുന്ന് റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നു, തനിക്ക് പ്രതികാരം ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നു. പ്രവാചകന്റെ മേൽമുണ്ട് അവിടുന്ന് ആവശ്യപ്പെടുന്നു. എന്നിട്ട് പ്രവാചകന്റെ വയറ് കണ്ടപ്പോ ആ വയറിലേക്ക് അവിടുന്ന് തുരതുരാ തുമ്പിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അവിടുന്ന് പ്രകടിപ്പിച്ചത് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അവസാനിച്ചില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണം തെരഞ്ഞെടുക്കാൻ പ്രവാചകന്മാർക്ക് മാത്രമേ അധികാരമുള്ളൂ. നമുക്കൊരാൾക്കും മരണം തെരഞ്ഞെടുക്കാനുള്ള അവകാശമില്ല. അള്ളാഹുവിന്റെ അജലത്തി കഴിഞ്ഞാൽ, അവന്റെ അവധി വന്നു കഴിഞ്ഞാൽ ആ അവധിക്ക് ഉത്തരം നൽകാൻ, ആ വിളിക്ക് ഉത്തരം നൽകാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. എന്നാൽ പ്രവാചകന്മാർക്കുള്ള ഗുണമെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ അവിടുന്ന് പറഞ്ഞു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? മാ മിൻ നബിയ്യിൻ യംറദു ഇല്ലാ ഖുയ്യിറ ബൈന ദുനിയ വൽ ആഖിറ.
ഒരു പ്രവാചകനും ആ പ്രവാചകന് മരണാസന്നമായ രോഗത്തിലെത്തിക്കഴിഞ്ഞാൽ ദുനിയാവും ആഖിറത്തും തെരഞ്ഞെടുക്കാൻ അള്ള അവകാശം നൽകിയിട്ടല്ലാതെ ഇല്ല. എല്ലാ പ്രവാചകന്മാർക്കും നൽകിയിട്ടുണ്ട്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വകാന ഫീ ശക്വാഹു അല്ലദീ ഖുബിള ഫീഹി അഖദതഹു നിഹ്യതൻ ശദീദ ഫസമിഅതുഹു യഖൂൽ മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. പ്രവാചകനെ മരണാസന്നനായി കിടക്കുന്ന ആ മരണത്തിന്റെ രോഗത്തിൽ പ്രവാചകന്റെ വായിൽ നിന്ന് വലിയൊരു ശബ്ദം, ഉച്ചത്തിലുള്ള ഒരു ശബ്ദം പുറത്തേക്ക് വരുന്നു. എന്താണ് ആ ശബ്ദം? മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. സ്വാലിഹീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ, പ്രവാചകന്മാരുടെ കൂടെ, അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെ എന്നുള്ള വർത്തമാനം റസൂലുള്ളാഹിന്റെ നാവിൽ നിന്ന്, പ്രവാചകന്റെ വായി അതരത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫഅലിംതു അന്നഹു ഖുയ്യിറ, ഞാൻ അപ്പോൾ മനസ്സിലാക്കി അല്ലാഹുവിന്റെ റസൂൽ ഇദാ വഫാത്തിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു, പ്രവാചകൻ ഇദാ മരണത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഞാൻ അപ്പോൾ മനസ്സിലാക്കി എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറഞ്ഞു തരികയാണ്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന്റെ 4 ദിവസം മുമ്പ്, അഥവാ റബീഉൽ അവ്വൽ 12-നാണ് റസൂലുള്ളാഹി മരിക്കുന്നത്. അതിന്റെ 4 ദിവസം മുമ്പ് മഗ്രിബ് നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്നു. ആ മഗ്രിബ് നമസ്കാരത്തിൽ എന്ന് പറയുന്ന സൂറത്തുൽ മുർസലാത്ത് പ്രവാചകൻ പാരായണം ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാനത്തെ നമസ്കാരങ്ങളിൽ സുദീർഘമായി ഓതുന്ന നമസ്കാരങ്ങൾ ഏറ്റവും വലിയ സൂറത്തായിക്കൊണ്ട് പ്രവാചകൻ പാരായണം ചെയ്തത് ആ സൂറത്താണ്, വൽ മുർസലാത്തി ഉർഫ എന്നുള്ളത്. അങ്ങനെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞു, ഇശാഇന് ബാങ്ക് കൊടുത്തു. ഇശാ ബാങ്ക് കൊടുത്തപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം മൂർച്ഛിച്ചു. പ്രവാചകന് രോഗം അധികമായി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനങ്ങളൊക്കെ നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു, അസല്ലന്നാസ്, പ്രവാചകൻ ചോദിക്കുകയാണ്, ആളുകളൊക്കെ നമസ്കരിച്ചോ? ഇശാഇന്റെ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ടോ? നമസ്കാരം നിർവഹിച്ചിട്ടുണ്ടോ? ഫഖുൽന, അപ്പോൾ നമ്മൾ പറഞ്ഞു, പ്രവാചകന്റെ പത്നിമാർ പറഞ്ഞു, ലാ, അവർ നമസ്കരിച്ചിട്ടില്ല. വഹും യൻതളിറൂനക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കളെ പ്രതീക്ഷിച്ചുകൊണ്ട്, താങ്കളെ കാത്തുകൊണ്ടിരിക്കുകയാണ് അവർ എന്ന്, സ്വഹാബത്ത് കാത്തിരിക്കുന്നു എന്ന് ഭാര്യമാർ മറുപടി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഫഖാല ലഉ ലീ മാഅൻ ഫിൽ മിഖ്ളബ് ഫഫഅൽനാ ഫഅതസല ثم ذهب لينوء فأغمي عليه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ എനിക്ക് വുളൂ ചെയ്യാനുള്ള, അംഗശുദ്ധി വരുത്താനുള്ള വെള്ളം അത് നിങ്ങൾ കൊണ്ടുവന്നു തരൂ എന്ന് പറഞ്ഞു. പ്രവാചകൻ അംഗശുദ്ധി വരുത്താനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുത്തു. പ്രവാചകൻ അംഗശുദ്ധി വരുത്തി വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പോകാൻ എഴുന്നേൽക്കുന്നു. ആ സമയത്ത് വീണ്ടും പ്രവാചകന് ബോധക്ഷയം ഉണ്ടാകുന്നു. പ്രവാചകന്റെ പനി കാരണത്താൽ ബോധം നശിക്കുകയാണ്, ബോധം നഷ്ടപ്പെട്ടു പോകുകയാണ്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറച്ചു കഴിഞ്ഞ് ബോധം തെളിയുമ്പോൾ റസൂലുള്ളാഹി ആദ്യം ചോദിക്കുന്ന ചോദ്യം, അസ്വല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചിട്ടുണ്ടോ? ഇശാ നമസ്കാരം കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോഴും ഭാര്യമാര് പറഞ്ഞില്ല, അവർ താങ്കളെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, കാത്തുകൊണ്ടിരിക്കുകയാണ് എന്ന്. വീണ്ടും റസൂലുള്ളാഹി ആവശ്യപ്പെടുന്നു, എനിക്ക് വുളൂ ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവരാൻ. റസൂലുള്ളാഹിക്ക് വുളൂ ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവന്നു കൊടുക്കുന്നു. പ്രവാചകൻ വുളൂ ചെയ്യുന്നു. വീണ്ടും നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടാൻ ഒരുങ്ങുന്നു. വീണ്ടും റസൂലുള്ളാഹിക്ക് ബോധക്ഷയം സംഭവിക്കുന്നു. അങ്ങനെ 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു ചോദിച്ചു, അസല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചിട്ടുണ്ടോ? സഹാബത്ത് ഭാര്യമാർ പറഞ്ഞു, വന്നാസു ഫിൽ മസ്ജിദ് യൻതളിറൂന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അവർ പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ്, പള്ളിയിൽ ഇഅ്തികാഫിരിക്കുകയാണ്. ഇശാഇന്റെ സമയം കഴിഞ്ഞ് അർദ്ധരാത്രിയോടടുക്കുന്ന സമയത്തും പള്ളിയിൽ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇശാഇന്റെ നമസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅർസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ അബീ ബക്കർ അൻ സല്ലി ബിന്നാസ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ആളെ പറഞ്ഞയച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ജനങ്ങൾക്ക് ഇമാമായിരുന്നു നമസ്കരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്, അവിടുന്ന് കൽപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ വഫാത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പോലും പ്രവാചകന്റെ ബേജാറെന്താ?
പ്രവാചകന്റെ അവസാന നിമിഷത്തിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതെന്താ? ആളുകൾ നമസ്കരിച്ചോ എന്നാണ്. സ്ത്രീകളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മിലേക്കൊന്ന് നമ്മൾ തിരിഞ്ഞു നോക്കി. മരണാസന്നനായി കിടക്കുന്ന ഈ ഒരു സാഹചര്യം എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നമ്മൾക്ക് ബോധക്ഷയം വന്നു വീണ്ടും ബോധം കിട്ടുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും? നമ്മളോടാ ചോദിക്കേണ്ടത്, റസൂലുള്ളാഹി തന്റെ സ്വഹാബത്ത് അവർ നമസ്കാരം നിർവഹിച്ചിട്ടുണ്ടോ എന്ന് ചോദ്യമായിരുന്നു എന്ന് പ്രവാചകന്റെ വഫാത്തുമായി ബന്ധപ്പെട്ട്, മരണവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ ചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കുണ്ടാകേണ്ട ഒരു വികാരമുണ്ട്. ഒരു വികാരം അതെന്താ? അത് നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞത് അതൊരു യാഥാർത്ഥ്യമാണ്. അതാണ് ലോകത്തോട് ഒന്നാമത്തെ മുസ്ലിം ഉമ്മത്തിലേക്ക് ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് അതാണ് എന്ന് ഇസ്ലാമിക ചരിത്രം അവിടുന്ന് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട് നാം അറിയുകയും പഠിക്കുകയും അതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യുക. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അതാണ് ഈ ഉമ്മത്തിനുള്ള ഏറ്റവും വലിയ ദുരന്തം എന്ന് നമ്മൾ അറിയണം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന്റെ 4 ദിവസം മുമ്പുള്ള കാര്യമാണ്. ഇനി 3 ദിവസം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതൊക്കെ റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ സമയത്ത് റസൂലുള്ള പറയുന്നത്, അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരത്തിലായിട്ടല്ലാതെ നിങ്ങളിൽ ഒരാളും മരിച്ചു പോകരുത്, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല മൗതിഹി ബി 3 അയ്യാമിൻ യഖൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ 3 ദിവസം മുമ്പ് പ്രവാചകൻ പറഞ്ഞു, ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനു ളന്ന ബില്ലാഹി അസ്സ വജൽ. അല്ലാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം, അല്ലാഹുവിനെ കുറിച്ചുള്ള സൽവിചാരം ഉണ്ടായിക്കൊണ്ടല്ലാതെ നിങ്ങൾ ഒരാളും മരണപ്പെട്ടു പോകരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാൻ മരണത്തിന്റെ 3 ദിവസം മുമ്പ്. ഇനി റസൂലുള്ളാഹി വഫാത്താകുന്നതിന്റെ 2 ദിവസം മുമ്പ് ളുഹർ നമസ്കാരത്തിന് റസൂലുള്ളാഹി 2 സ്വഹാബികളുടെ തോളിൽ കൈയിട്ട് കൊണ്ട് പള്ളിയിലേക്ക് പോകുകയാണ്. ഒന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും തോളിൽ കൈയിട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ നമസ്കാരത്തിലേക്ക് പള്ളിയിലേക്ക് ചെല്ലുകയാണ്. خرج بين رجلين احدهما اللباس لصلاه الظهر وابو بكر يصلي بالناس. അബൂ ബക്കർ റളിയല്ലാഹു അൻഹു ഇമാമായി സ്വഹാബത്തിന് ഇമാമത്ത് നിന്നുകൊണ്ട് ളുഹർ നമസ്കാരം നിർവഹിക്കുന്നു. ഫലമ്മാ റആഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് കണ്ടപ്പോ, പ്രവാചകന്റെ പള്ളിക്ക് പ്രവാചകന്റെ വീട്ടിൽ നിന്ന് വരുന്നത് കാണാം. അങ്ങനെ കണ്ടപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നോട്ട് തിരിയാൻ, പിന്നോട്ട് മാറി നിൽക്കാൻ അവിടുന്ന് ശ്രമിച്ചു. ആ സമയത്ത് റസൂലുള്ളാഹി ഫഔമാ ഇലൈഹി അന്നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഅല്ലാ യതഅഖറ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നോട്ട് തിരിയണ്ട എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അഥവാ ഇമാമത്തിനോട് ഇറങ്ങിക്കണ്ട, ഞങ്ങളെ തന്നെ ഇമാമത്ത് നിന്നോളിയും എന്ന് പറഞ്ഞു. എന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, അജ്ലിസ്നാഹി ഇലാ ജൻബിഹി ഫഅജ്ലിസാഹു ഇലാ ജൻബി അബീ ബക്കർ. അങ്ങനെ എന്നെ നിങ്ങൾ അബൂബക്കറിന്റെ സമീപത്ത് കൊണ്ടുപോയി ഇരുത്തണം. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു സമീപത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയി ഇരുത്തി. ഫജഅല അബൂബക്കർ യുസല്ലി വഹുവ യൽതമു ബിസ്സലാത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നാസു ബിസ്സലാത്തി അബീ ബക്കർ വന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖായിദുൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹു തൊട്ടടുത്ത് റസൂലുള്ളാഹിനെ കൊണ്ടുപോയി ഇരുത്തി. അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ ഇമാമായി സ്വീകരിക്കുകയും അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ പിന്തുടർന്ന് നമസ്കരിക്കുകയും അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തന്റെ അനുചരന്മാരായ സ്വഹാബികൾ അവിടുന്ന് ഇമാമായി സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് നമസ്കരിച്ചു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയായിരുന്നു. പ്രവാചകൻ ഇരിക്കാൻ
പ്രവാചകന്റെ അടുത്ത് ഇമാമായി കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു നിൽക്കുന്നു. പ്രവാചകനെ ഇമാമായി സ്വീകരിച്ചുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു നിൽക്കുന്നത്. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ ഉമ്മത്തിലുള്ള ആ സ്വഹാബത്തിലുള്ള ഇമാമ കൂടിയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ് സ്വഹാബത്ത് പിന്തുടരുന്നത് എന്നാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ നമസ്കരിച്ചു. മരണത്തിന്റെ ഒരു ദിവസം മുമ്പ്, ഒരു ഞായറാഴ്ച, തിങ്കളാഴ്ചയാണ് റസൂലുള്ളാഹി മരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ മുന്നത്തെ ദിവസം, ആ ഞായറാഴ്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അടിമകളെയൊക്കെ മോചിപ്പിച്ചു. അതുപോലെ തന്നെ പ്രവാചകന്റെ കയ്യിലുണ്ടായിരുന്ന 6 ദീനാർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാനം ചെയ്തു, സ്വതക്ക ചെയ്തു എന്നുള്ളതാണ്. എന്നിട്ട് അവസാന ദിവസം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന്റെ അവസാന ദിവസം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച, ആ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പുന്നാരമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചെവിയിൽ ഒരു സ്വകാര്യം പറയുന്നു. ആ സ്വകാര്യം കേട്ടപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുന്ന് കരഞ്ഞുപോയി, പൊട്ടി അവിടുന്ന് കരഞ്ഞു. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഒന്നുകൂടി തന്റെ ചുണ്ടിനരികിലേക്ക് അവരുടെ ചെവി കൊണ്ടുവന്ന് വെച്ച് പ്രവാചകൻ വീണ്ടും ഒരു സ്വകാര്യം പറയുന്നു. ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുന്ന് തിരിച്ചു. ഒന്നാമത് പറഞ്ഞ സ്വകാര്യം റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രവാചകൻ ഇതാ മരണപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പിതാവായ ആ പ്രവാചകൻ ലോകത്തോട് വിട പറയുകയാണ് എന്ന ആ വർത്തമാനമാണ്, ആ വിവരമാണ് ആദ്യം എന്റെ ചെവിയിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കരഞ്ഞു പോയത്. രണ്ടാമത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞ സ്വകാര്യം, അത് ഫാത്തിമ, നീയാണ് എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നോട് ചെയ്യുന്ന ആള് എന്ന് പറഞ്ഞപ്പോ അപ്പോഴാണ് ഞാൻ ചിരിച്ചത് എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ 2 മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ 2 പേരക്കുട്ടികളെയും പ്രവാചകൻ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ആ പേരക്കുട്ടികൾക്ക് പ്രവാചകൻ അവിടുന്ന് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്, വസിയ്യത്തുകൾ നൽകിയിട്ടുണ്ട്. പ്രവാചകൻ തന്റെ ഭാര്യമാരെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാർക്ക് അവിടുന്ന് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അവസാന ദിവസം റസൂലുള്ളാഹിന്റെ വഫാത്തിന് തൊട്ട് മുമ്പുള്ള സമയങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതാണ്. അങ്ങനെ പ്രവാചകനെ കാണാൻ വേണ്ടി ഐഷ റളിയല്ലാഹു അൻഹയുടെ ആങ്ങളയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പ്രവാചകനെ കാണാൻ വേണ്ടി, പ്രവാചകനെ സന്ദർശിക്കാൻ വേണ്ടി വരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഐഷ റളിയല്ലാഹു അൻഹ മടിയിൽ ഐഷാവിയുടെ നെഞ്ചത്തേക്ക് തലവെച്ചുകൊണ്ട് പ്രവാചകൻ ചാരിക്കിടക്കുകയാണ്. ആ സമയത്ത് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുള്ള മിസ്വാക്ക് കണ്ടപ്പോ പ്രവാചകൻ അതിലേക്കൊന്ന് നോക്കി. ഐഷ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിസ്വാക്ക് ചെയ്യണമെന്ന്. ഐഷ റളിയല്ലാഹു അൻഹ ആ മിസ്വാക്ക് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു മേടിക്കുന്നു. എന്നിട്ട് തന്റെ വായിൽ വെച്ചുകൊണ്ട് മിസ്വാക്കിന്റെ അറ്റമൊന്ന് കടിച്ച്, ആ അറാക്കിന്റെ കൊള്ളിയുടെ അറ്റമൊന്ന് കടിച്ച് അതൊന്ന് സോഫ്റ്റ് ആക്കിയതിനു ശേഷം പ്രവാചകന് മിസ്വാക്ക് ചെയ്തു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഐഷ റളിയല്ലാഹു അൻഹ പിന്നെ പറഞ്ഞത്, വഫാത്തിന്റെ സമയത്ത് എന്റെ ഉമിനീരും പ്രവാചകന്റെ ഉമിനീരും സംയോജിച്ചത് റസൂലുള്ളാഹിന്റെ അവസാന നിമിഷത്തിൽ വഫാത്തിന്റെ സമയത്ത് സംഭവിച്ചു എന്ന് ഐഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറഞ്ഞു തന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുകയാണ്. മരണം വരികയാണ്. മരണവേളയിൽ ഓരോ മനുഷ്യനും മരണവേദന അനുഭവിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് മുക്തനല്ല. പ്രവാചകനും മരണവേദന ഉണ്ടായിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. ഐഷ റളിയല്ലാഹു അൻഹ പറയാ, ഇന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ബൈന യദൈഹി റഖ്വത്തുൻ അഖൽബത്തുൻ ഫീഹാ മാഉൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു തോൽപാത്രത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. ആ തോൽപാത്രത്തിൽ വെള്ളത്തിലേക്ക് فجعل يدخل يديه في الماء فيمسح بها وجهه. റസൂലുള്ളാഹി തന്റെ കരങ്ങൾ, തന്റെ കൈകൾ ആ തോൽപാത്രത്തിലെ വെള്ളത്തിലേക്ക് ഇടുകയും എന്നിട്ട് ആ കൈ കൊണ്ട് തന്റെ മുഖത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ തടവുകയും ചെയ്യുന്നു. എന്നിട്ട് പ്രവാചകൻ പറയുന്ന വാക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്കറാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്കറാത്ത്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ലെന്നും, ഇന്ന ലിൽ
മൗതി സകറാത്ത്, മരണത്തിന് വേദനയുണ്ട്, മരണത്തിന് വേദനയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم نسب يده فجعل يقول, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശലോകത്തേക്ക് തന്റെ വിരല് കൈകൊണ്ട് ചൂണ്ട് വിരല് കൊണ്ട് ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഫിർ റഫീഖിൽ അഅലാ ഫിർ റഫീഖിൽ അഅലാ ഹത്താ ഖുബിള വമാലത് യദാഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ പദവിയിലേക്ക്, ഉന്നതമായ കൂട്ടുകാരന്റെ അരികിലേക്ക് എന്ന് പറയുന്ന വാചകം പറയുകയും പ്രവാചകന്റെ കയ്യ് തന്നെ മെല്ലെ താഴ്ന്ന് പ്രവാചകന്റെ റൂഹ് പിടിക്കപ്പെടുകയും ആ കൈകൾ താഴ്ന്ന് കിടക്കപ്പെടുകയും ചെയ്തു എന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയാ. ആ സമയത്ത് റസൂലുള്ള പ്രാർത്ഥിച്ച മറ്റൊരു പ്രാർത്ഥന കൂടിയുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന് മുമ്പ് അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കൈ ഇങ്ങനെ ചൂണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ അഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖ്. അല്ലാഹുവേ, എനിക്ക് നീ പുറത്തു തരണമേ, എന്നോട് നീ കാരുണ്യം കാണിക്കണമേ. വഅൽഹിഖ്നി ബിർറഫീഖ്, ഉന്നതന്മാരായ നല്ല കൂട്ടുകാരോടൊപ്പം എന്നെ നീ ചേർക്കുകയും ചെയ്യണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ വഫാത്തിന്റെ സമയത്ത് പോലും പ്രവാചകൻ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല എന്ന തൗഹീദിന്റെ പ്രഖ്യാപനം. തൊട്ടു പിന്നാലെ പറഞ്ഞു ഇന്നലിൽ മൗതി സകറാത്ത്, മരണത്തിന് വേദനയുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും മരണവേദനയിൽ നിന്ന് മുക്തനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞേച്ചിട്ടുണ്ട്. എന്നേക്കുമായി റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞു. പ്രവാചകന്റെ വഫാത്ത്, പ്രവാചകന്റെ മരണം, അത് സ്വഹാബത്തിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഭ്രാന്തനെ പോലെ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി എന്ന് പറഞ്ഞാൽ അവന്റെ പിരടിക്ക് മുകളിൽ തലയുണ്ടാകില്ല എന്ന് പറഞ്ഞ് ഭ്രാന്തനെ പോലെ ഒച്ചയിട്ട് സംസാരിക്കുന്ന മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മദീന മൊത്തം കരയുകയാണ്, മദീന ഇരുണ്ടിലാകുകയാണ്. സ്വഹാബത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് വന്ന ഞങ്ങൾക്കുണ്ടായ ആ സന്തോഷം ഇതാ പ്രവാചകന്റെ വഫാത്തോടുകൂടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടുകൂടി മദീന ഇതാ മൂകമായിരിക്കുന്നു, അതിതാ കറുത്തിരുണ്ടിരിക്കുന്നു എന്ന് സ്വഹാബത്ത് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. എന്നാൽ എല്ലാവിധ സമചിത്തതയോടുകൂടിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വഫാത്ത് അറിഞ്ഞ് അവിടേക്ക് വന്ന് പ്രവാചകന്റെ നെറ്റിയിൽ തുണി മാറ്റി ആ നെറ്റിയിൽ ചുംബിച്ച് മിമ്പറിലേക്ക് കയറി ഹംദും സ്വലാത്തും ചൊല്ലി അവിടുന്ന് ഒരു ഖുത്ബ നിർത്തി. വമൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, നിങ്ങൾ ആരെങ്കിലും മുഹമ്മദിനെയാണ് ഇബാദത്ത് ചെയ്യുന്നത് എങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, ഇദാ മുഹമ്മദ് മരണപ്പെട്ടു കിടക്കുന്നു, മുഹമ്മദ് വഫാത്തായിരിക്കുന്നു. വമൻ കാന യഅബുദുല്ലാഹ നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനെയാണ് ഇബാദത്ത് ചെയ്തതെങ്കിൽ, അള്ളാഹുവിനെയാണ് ആരാധിച്ചിരുന്നത് എങ്കിൽ അള്ളാഹു മരിക്കാതെ എന്നെന്നും ജീവിക്കുന്നവരാണ് എന്ന് ഉമർ റളിയല്ലാഹുവിനെ സമാധാനിപ്പിക്കാൻ, ഉമർ റളിയല്ലാഹുവിനെ ആശ്വസിപ്പിക്കാൻ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് കൂടി ഓതി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസുൽ എന്ന് തുടങ്ങുന്ന സൂറത്ത് മാഇദയിലെ ആയത്ത് കൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പാരായണം ചെയ്യുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞ പ്രവാചകൻ വഫാത്തായ ദിവസം അത് റബീഉൽ അവ്വൽ 12 ഒരു തിങ്കളാഴ്ച സമയത്തായിരുന്നു എന്ന് ഹദീസുകളിലൂടെ പ്രവാചകന്റെ വചനങ്ങളിലൂടെ സ്വഹാബത്ത് അവിടുന്ന് കൃത്യമായി പറഞ്ഞു തന്നതാണ്, പഠിപ്പിച്ചു തന്നതാണ്. അതവർക്ക് ദുഃഖമായിരുന്നു. പ്രവാചകന്റെ വഫാത്ത് അവർക്ക് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല. എന്നാൽ ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണെന്ന് പറയുന്നവർ, പ്രവാചകനെ സ്നേഹിക്കുന്നവരാണെന്ന് പറയുന്നവർ, ഞങ്ങളാണ് പ്രവാചകൻ അനുചരന്മാരെന്ന് വാദിക്കുന്നവർ, പ്രവാചകൻ വഫാത്തായ ആ ദിവസത്തിലും ആ സമയത്തും ഘോഷയാത്രകളും സന്തോഷങ്ങളും പ്രകടനങ്ങളുമായി ആഘോഷിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. വളരെ ഖേദകരമെന്ന് പറയട്ടെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിൽ നമുക്ക് ഗുണപാഠമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ് ഈ ഉമ്മത്തിന്റെ ആദ്യത്തെ
മുസീബത്ത്, ഒന്നാമത്തെ ദുരന്തമെന്ന്, അതാണ് ആ ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ അടയാളമെന്ന് കൃത്യമായി ഇസ്ലാം അവിടുന്ന് പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ആ ദിവസത്തിൽ എങ്ങനെ ഒരു മുസ്ലിമിന് സന്തോഷിക്കാൻ കഴിയും? എങ്ങനെ ഒരു മുസ്ലിമിന് ആഹ്ലാദം പങ്കിടാൻ കഴിയും? പ്രവാചകന്റെ വഫാത്തിനെ കുറിച്ച്, പ്രവാചകന്റെ മരണത്തെ കുറിച്ച് ഓർക്കുന്ന, ആ ചരിത്രം കേൾക്കുന്ന, അത് വായിക്കുന്ന ഒരാൾക്കും തന്നെ അന്ന് ദുഃഖത്തോടെയല്ലാതെ, അതുപോലെ തന്നെ കരഞ്ഞുകൊണ്ടല്ലാതെ പ്രവാചകന്റെ ചരിത്രം കേൾക്കാൻ, പ്രവാചകന്റെ വഫാത്തിനെ കുറിച്ചറിയാൻ സാധിക്കുകയില്ല എന്നാണ് ഇസ്ലാമിക ചരിത്രം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നടക്കുന്ന എല്ലാവിധ അനാചാരങ്ങളും ഇസ്ലാം പഠിപ്പിച്ചതല്ല. അനാചാരങ്ങൾക്ക് പുറമെ റസൂലുള്ള പഠിപ്പിച്ച ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമായ, തൗഹീദിന് എതിരായ പച്ചയായ ശിർക്കും കുഫറും പാടുകയും പറയുകയും അത് ചെയ്യുകയും ചെയ്യുന്ന അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത്, വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും വിട്ടുനിൽക്കുകയും പ്രവാചകന്റെ വഫാത്തിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളും മരിക്കേണ്ടവരാണല്ലോ. ഞാനും നിങ്ങളും മരിക്കേണ്ടവരാണ്. എല്ലാവരും ഈ ലോകത്തു നിന്ന് മരിക്കും. അള്ളാഹുവിന്റെ റസൂൽ വരെ വഫാത്തായിട്ടുണ്ട്. എല്ലാവരും മരിക്കും. എങ്കിൽ തങ്ങളുടെ മരണത്തെ ആലോചിച്ച്, ആ മരണത്തെ ഓർത്തുകൊണ്ട്, ആ മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ട്, മരണവേദന അത് സഹിക്കാവുന്നതിനപ്പുറമാണ്. ആ വേദന ആശ്വാസം കിട്ടാൻ, അതുപോലെ തന്നെ മരണത്തിന് ശേഷമുള്ള ജീവിതം അത് ഖൈറായ രൂപത്തിൽ ജീവിക്കാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിച്ച്, ദുആ ചെയ്ത്, ഇബാദത്തുകൾ ചെയ്ത്, പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ അമലുകൾ ചെയ്ത് ജീവിക്കാൻ വിശ്വാസികളായ നമ്മൾ ശ്രമിക്കുക. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.